പഞ്ചാബിൽ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത മെഗാ ബന്ദ് അവസാനിച്ചു. 7 മണിക്ക് ആരംഭിച്ച ബന്ദിൽ റോഡ്, റെയിൽ ഗതാഗതം സ്തംഭിച്ചു. സ്വാതിയുടെ റിപ്പോർട്ട്. ഷമ്മി, സമരമിരിക്കുന്ന കർഷകരുടെ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്നും അതോടൊപ്പം തന്നെ പഞ്ചാബിലെ ഖനൌരിയിൽ 35 ദിവസമായി നിരാഹാരമിരിക്കുന്ന ജഗജിത് സിംഗ് ദൽവേവാളിന്റെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് പഞ്ചാബ് സംസ്ഥാന വ്യാപകമായി പഞ്ചാബിൽ ഇന്ന് ബന്ദിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 7 മണി മുതൽ 4 മണി വരെ വളരെ സമാധാനപരമായി തന്നെയായിരുന്നു കർഷകർ ബന്ദ് നടത്തിയത്. പ്രത്യേകമായി റെയിൽ, റോഡ് ഗതാഗതങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായും സ്തംഭിച്ചു. അതോടൊപ്പം 200ഓളം കേന്ദ്രങ്ങളിലാണ് കർഷകർ റോഡുകളിൽ ബാരിക്കേഡുകൾ അടക്കം നിരത്തിക്കൊണ്ട് റോഡ് ഉപരോധിച്ചത്. അതോടൊപ്പം തന്നെയും ഏറ്റവും പ്രധാന അത്യാവശ്യങ്ങൾ അല്ലെങ്കിൽ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ആംബുലൻസ്, അതോടൊപ്പം വിവാഹ വാഹനങ്ങൾ ഉൾപ്പെടെ കടത്തിവിടുന്ന തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയും കർഷകർ ഒരുക്കിയിരുന്നു. അതോടൊപ്പം യാത്രക്കാരോട് തങ്ങളുടെ ബന്ദിനോട് ഐക്യദാർഢ്യം അറിയിക്കണം അല്ലെങ്കിൽ തങ്ങളുടെ ബന്ദിനോട് സഹകരിക്കണമെന്ന അഭ്യർത്ഥന കൂടി കർഷകർ മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും വിവിധ സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ തന്നെയും അടച്ചുപൂട്ടിയിട്ടുകൊണ്ട് തന്നെയായിരുന്നു ഇന്ന് ബന്ദ് പുരോഗമിച്ചിരുന്നത്. അതോടൊപ്പം തന്നെയും ട്രെയിൻ സർവീസിനെ പൂർണ്ണമായും ഇത് സ്തംഭനാവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 232 ട്രെയിൻ സർവീസുകളെയാണ് സാരമായി ബാധിച്ചിട്ടുള്ളത്. 174ഓളം ട്രെയിനുകൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും കർഷകർ ഈ സമരം കൂടുതൽ കടുപ്പിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ്. പ്രത്യേകിച്ചും ദല്ലേവാളിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വലിയ ആശങ്കയാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത്. അദ്ദേഹത്തിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം കൂടി പഞ്ചാബ് സർക്കാരിന് നൽകിയിരുന്നു. ആ സമയം നാളെ കഴിയാനിരിക്കെ ഇന്ന് അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ പരിശോധന നടത്തിയതായുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ താൻ തയ്യാറല്ല. കേന്ദ്ര സർക്കാർ ഈ കർഷകരുടെ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ നടപടി അല്ലെങ്കിൽ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കോ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന ആരോപണം കൂടി ദല്ലേവാൾ ഉയർത്തിയിരുന്നു. അതേസമയം സുപ്രീം കോടതി കമ്മിറ്റിയും ഈ കർഷകരുടെ സംഘടനയായിട്ടുള്ള സംയുക്ത കിസാൻ മോർച്ചയുടെ പ്രതിനിധികളുമായുള്ള ആദ്യഘട്ട ചർച്ച ജനുവരി 3 നടക്കും എന്നുള്ള തീരുമാനം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കർഷകർ ഇന്ന് ബന്ദ് നടത്തിയത് സംയുക്ത കിസാൻ മോർച്ചയുടെ രാഷ്ട്രീയതര വിഭാഗവും അതോടൊപ്പം കിസാൻ മസ്ദൂർ മോർച്ചയുമായിരുന്നു. ഈ വിഭാഗങ്ങളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജനുവരി 4 വീണ്ടും ഒരു മഹാപഞ്ചായത്തിന് കൂടി കർഷകർ ആഹ്വാനം ചെയ്ത സാഹചര്യമുണ്ട്. എന്തായാലും കർഷകർ കൂടുതൽ പ്രക്ഷോഭം കടുപ്പിക്കുകയും സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഈ വിഷയത്തിൽ ഒരു നടപടി എടുക്കാതിരിക്കുന്നതും വലിയ ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ്. ഷമ്മി, സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്.